കുറച്ച് വെൽ മാനേഡ് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ നമ്മളെ കാണിക്കുന്നതുമെല്ലാം അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സൂരജ് ഈ പറയുന്ന പോലത്തെ ഷാബി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് തന്നെ വീഡിയോ എടുക്കാൻ? അപ്പോൾ അത് കോൺഷ്യസ്ലി എടുത്തൊരു തീരുമാനമാണല്ലോ. കാശില്ലാത്തതുകൊണ്ട്. അന്ന് പൈസ ഇല്ല. അന്ന് 2024 ഈ ഫെബ്രുവരി വരെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഫെബ്രുവരിയിലും പൈസ ഇല്ല. അന്ന് 6 കച്ചവടം വന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പൈസ വരാൻ ഒരു 3-4 മാസം എപ്പോഴും എടുക്കും. റിയൽ എസ്റ്റേറ്റ് അങ്ങനെയാണ്. റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും ഒരു ശമ്പളമുള്ള ജോലിയല്ല. നമുക്ക് ഒരു ഡീല് ക്ലോസ് ആയി കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് വരുള്ളൂ. സോ ഫെബ്രുവരിയിലായാലും ഏപ്രിൽ മെയ് വരെ. അപ്പോൾ ഏപ്രിൽ മെയ് വരെ 2023 ഞാൻ അവിടെ ദുബായിലെത്തിയിട്ട് 24 ഏപ്രിൽ മെയ് വരെ 1.5 വർഷം എനിക്ക് പൈസയില്ല. ഞാൻ താമസിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 16 പേരുടെ ബെഡ് സ്പേസിലായിരുന്നു. ഓക്കെ, അതായത് ഒരാൾ കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് പേടിച്ച് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. മനസ്സിലായോ? സോ അത്രയും പല രാജ്യക്കാരുമുള്ള ഒരു 16 പേരുടെ റൂമിലാണ് ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫ് തുടങ്ങുന്നത് 2023. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡ്രസ്സ് ഇടണം, നല്ല മുടി നല്ലോണം ആക്കണം. അങ്ങനെ മുടിയൊക്കെ ബേസിക്കലി ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ചെയ്ത് ഇത് നടത്തിയെടുക്കണം എന്ന് മാത്രമേ അപ്പോഴുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ ഡ്രസ് കോൺഷ്യസ് അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റായി പൈസയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പതിയെ ഡ്രസ്സിങ് സെൻസും മാറി, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഡ്രസ്സ് വരാൻ തുടങ്ങി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ മോശം ഡ്രസ്സ് ഇട്ടിരുന്നപ്പോഴാണ് ആൾക്കാർ കൂടുതൽ എൻക്വയറി ചെയ്തിട്ടുള്ളത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം എന്നെ സാധാരണക്കാരനായിട്ട് കാണാനായിരിക്കാം. ഞാൻ ഒരു നല്ല ഗോൾഡ് ചെയിനോ വാച്ചോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻക്വയറി കുറഞ്ഞോ എന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.